അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ആൾട്രോസ് റേസർ. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആൾട്രോസ് എക്സിസ്റ്റിംഗ് മോഡലിന്റെ അപ്ഡേഷൻ ആണ്, സ്പോർട്ടീവ് വേരിയന്റ് അപ്ഡേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഔട്ടർ എക്സ്റ്റീരിയർ ആ ഒരു കളറിങ്ങിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വൈറ്റ് സ്ട്രൈപ്സ് ഒക്കെ ആ ഒരു സ്പോർട്ടീവ് വേരിയേഷൻ്റെ ആ ഒരു അപ്ഡേഷൻ ആണ്. നമുക്കിത് ഇന്ത്യയിലെ ആദ്യത്തെ ഫോർമുല 1 റേസറായ നാരായൺ കാർത്തികേയൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ കൂടെ ആണ് നമ്മൾ ഈ അപ്ഡേഷൻ വരുത്തിയേക്കുന്നത്. നമ്മുടെ സീറ്റ്സിൻ്റെ കളറിങ്ങിലാണെങ്കിലും നമുക്ക് ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് സീറ്റ്സിൻ്റെ കളേഴ്സിലും ആ ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് ആ ഒരു വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു സ്പോർട്ടീവ്. അപ്പോൾ ഇത് ഈ കളറിനനുസരിച്ച് എല്ലാത്തിലും ഇൻറ്റീരിയറിൽ ചേഞ്ച് വരാറുണ്ട്. ഇൻറ്റീരിയറിൽ നമ്മുടെ എഞ്ചിൻ്റെ ട്യൂണിങ്ങിലാണ് ചേഞ്ച് വന്നേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ എഞ്ചിൻ എന്ന് വെച്ചാൽ 1.2 ലിറ്റർ റെവോട്രോൺ ടർബോ ചാർജ് റെവോട്രോൺ എഞ്ചിനാണ്, 3 സിലിണ്ടറാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ ട്യൂണിങ്ങിലാണ് വ്യത്യാസം വന്നേക്കുന്നത്. ആ വന്നിരിക്കുന്ന വ്യത്യാസത്തിലെന്ന് വെച്ചാൽ പവർ 120 PS ആണ്. വേറെ നമ്മുടെ പണ്ടത്തെ ആൾട്രോസിലൊക്കെ 110 ആയിരുന്നു ടോപ്പ്, 110 PS ആയിരുന്നു ടോപ്പ് പവർ. അതേസമയത്ത് നമ്മുടെ ടോർക്ക് എന്ന് വെച്ചാൽ 170 ന്യൂട്ടൺ മീറ്റർ വിച്ച് ഈസ് ദ ബെസ്റ്റ് ഇൻ ദിസ് സെഗ്മെൻറ്റ്. നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റാണ് 170 ന്യൂട്ടൺ മീറ്റർ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വേരിയൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. പിന്നെ സേഫ്റ്റി അപ്ഡേഷൻസും നടന്നിട്ടുണ്ട്. 6 എയർ ബാഗ്സ് ആണ് ഇതിൽ പ്രൊവൈഡർ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി അപ്ഡേഷൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കളർ വേരിയൻസ് എത്ര കളർ വേരിയൻസ്? നമുക്ക് 3 കളർ വേരിയൻസ് ആണ് വരുന്നത്. അറ്റോമിക് ഓറഞ്ച്, പിന്നെ പ്യുവർ വൈറ്റ്, പിന്നെ അവന്യൂ ഗ്രേ. അതാണ് ഈ കളർ അല്ലേ? അതെ സർ. ഈ ഒരു കളർ ടാറ്റയുടെ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അല്ലേ? അല്ല സാർ, നമുക്കിതിൽ ഇത് എന്ന് വെച്ചാൽ ഈ ഒരു അവന്യൂ ഗ്രേ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ കളർ ഫസ്റ്റ് ടൈം ആണ്. പക്ഷേ ഗ്രേ കളറിൽ നമുക്ക് കുറേ മറ്റ് മോഡലിലും നമുക്ക് അവൈലബിൾ ആണ്. ഡേറ്റോണ ഗ്രേ എന്നൊക്കെ പറഞ്ഞ് മറ്റ് മോഡൽ. അതേ കളർ വീൽസിൽ ഉണ്ടല്ലേ? അതെ സാർ, നമുക്കിതിൽ ഡുവൽ ടോൺ അലോയ് വീൽസ് ആണ് വരുന്നത്. അതാണ് സാർ നമുക്ക് ആ ബ്ലാക്ക് ആൻഡ് ഗ്രേ കിട്ടുന്നത്. നമുക്ക് ഈ കളറിൽ തന്നെ നമുക്ക് ആ ഒരു വീലിലും കിട്ടുന്നതാണ്. നമുക്കിതിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് കിട്ടുന്നത് 360 ഡിഗ്രി ക്യാമറയാണ്. നമ്മുടെ മുമ്പത്തെ വേരിയൻറ്റിൽ അതില്ലായിരുന്നു. ഇതിൽ നമുക്ക് ആ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ കളറിനനുസരിച്ച് പ്രൈസിന് എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ? കളറിനനുസരിച്ച് പ്രൈസിന് വ്യത്യാസം വരുന്നില്ല. പക്ഷെ നമുക്ക് 3 തരം വേരിയന്റ് ഇതിന്റെ അകത്ത് തന്നെയുണ്ട്. R1, R2, R3. സോ 9,49,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 11 lakh വരെ പോകുന്നുണ്ട്. ഓക്കെ ബ്രോ, അപ്പോൾ നമുക്ക് പുതിയ അൾട്രോസിന്റെ ബേസിക് ആയിട്ടുള്ള ഇന്റീരിയർ ഡീറ്റെയിൽസും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്കിവിടെ മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് ലെതറേറ്റ് കവറാണ് അവൈലബിൾ. നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ എല്ലാം സെറ്റ് ചെയ്യാം. അത് നമുക്ക് ക്രൂയിസ് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ വോളിയം ചേഞ്ച് വരുത്താനുള്ള സ്വിച്ചസ് ഉണ്ട്. അതേപോലെ നമുക്ക് വോയിസ് കമാൻഡും കോൾ കട്ട് ആൻഡ് ഓഫ് ചെയ്യാനുള്ള നമുക്ക് സ്വിച്ചസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ വോയിസ് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സൺറൂഫ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാം. ഇതിപ്പോൾ പുതിയ ഫീച്ചർ ആണല്ലേ? അല്ല, നമുക്കത് പണ്ട് തൊട്ടേ നമ്മൾ ഒട്ടുമിക്ക വെഹിക്കിളിലും ഉണ്ട്. സൺറൂഫ് ഉള്ള വെഹിക്കിളിൽ നമുക്ക് വോയിസ് കമാൻഡ്, വോയിസ് അസിസ്റ്റഡ് സൺറൂഫ് ഉള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് സ്ലൈഡിംഗ് ആംറസ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ 6 സ്പീഡിന്റെ ഗിയർ, പിന്നെ നമുക്ക് USB പോർട്ട് അവൈലബിൾ ആണ്. പിന്നെ C ടൈപ്പ് ചാർജർ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ. പിന്നെ അതേപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് അവൈലബിൾ ആണ്. കുറച്ച് വലുതായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ പണ്ടത്തെ വേരിയന്റിനെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ചും കൂടെ വലിയ ഇൻഫോർടൈൻമെന്റ് ആണ്, ടച്ച് സ്ക്രീൻ. അതേപോലെ നമ്മുടെ ഡിജിറ്റൽ ക്ലസ്റ്ററിൽ നമുക്ക് എല്ലാം റൈഡ് ഇൻഫർമേഷൻസ് കിട്ടും. ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി ആണെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ നമുക്ക് AC വെൻസ് ആൻഡ് USB ചാർജർ നമുക്ക് പുറകിലും കിട്ടും ആ പോർട്ട്. ചാർജിങ് പുറകിൽ ഇരിക്കുന്നവർക്കും അക്സസിബിൾ ആണ്. അതെ. ആൾട്രോസ് റേസറിനെ കുറിച്ചും ടാറ്റയുടെ മറ്റ് വാഹനങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾക്കായിട്ടും പിന്നെ ടെസ്റ്റ് ഡ്രൈവിനായിട്ടും
കരിക്കകത്തുള്ള ട്രിവാൻഡ്രം മോട്ടോഴ്സ് ഷോറൂമിൽ സമീപിക്കുക.